ഗുഡ് മോർണിംഗ്. നമ്മളൊരു കാബേജ് തോരൻ ഉണ്ടാക്കുകയാണ്. കാബേജ് എന്ന് പറഞ്ഞാൽ മുട്ടക്കുസ്, ഇലക്കറികളിൽപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് മുട്ടക്കുസ് അല്ലെങ്കിൽ കാബേജ്. വളരെയധികം പ്രചാരത്തിലുള്ള പച്ചക്കറിയാണിത്. ചെറിയ ഒരു തണ്ടിന് മുകളിലായി ഇലകൾ ഗോളാകൃതിയിൽ അടഞ്ഞിരിക്കുന്നതാണ് കാബേജിൻ്റെ രൂപം. പച്ച നിറമാണ് കാബേജിന്, എന്നാൽ ചുവപ്പും പർപ്പിളും നിറങ്ങളിൽ കാബേജ് കിട്ടാറുണ്ട്. ഇത് നമ്മുടെ വിക്കിപീഡിയയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണത്. ലെറ്റ്സ് മേക്ക് എ കാബേജ് തോരൻ. ഇൻഗ്രീഡിയൻസ് വേണ്ടത് ക്യാബേജ്, സബോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, എണ്ണ, കടുക്, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മളിതിന് മുട്ടക്കൂസ് അല്ലെങ്കിൽ കാബേജ് അരിഞ്ഞെടുക്കണം. കാബേജ് അരിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കട്ടിംഗ് ബോർഡിൽ ടീക്ക് വുഡ് പെക്കറിൻ്റെ കട്ടിംഗ് ബോർഡാണ്. കട്ടിംഗ് ബോർഡിൽ വെച്ച് നമ്മൾ കാബേജ് അരിഞ്ഞെടുക്കുന്നു. അരിഞ്ഞെടുക്കുന്ന പ്രോസസ്സ് ഇച്ചിരി ലെന്തിയാണ്. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി പൊളിച്ച് അരിഞ്ഞെടുക്കുന്നു. പിന്നെ പച്ചമുളക്, സബോള ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് പാത്രത്തിലാക്കി. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കാബേജ് അരിഞ്ഞതും വെളുത്തുള്ളിയും പച്ചമുളകും സബോളയും അരിഞ്ഞതും എല്ലാം കൂടെ നമ്മൾ റെഡിയാക്കി നമ്മൾ അടുപ്പിൻ്റെ അടുത്തേക്ക് പോകണം. ഇത് ഇഞ്ചി വേണം, ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുക്കണം. സബോള, ഇഞ്ചി അരിഞ്ഞതെല്ലാം പ്രത്യേകം പാത്രങ്ങളിലാക്കിയിട്ടാണ് നമ്മൾ അടുപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മുടെ കുഞ്ഞു പാത്രത്തിലാക്കി, ഇഞ്ചിയും കുഞ്ഞു പാത്രത്തിലാക്കി. അതായത് ഇത് വെളുത്തുള്ളിയാണ്. ഇത് കട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത്, പിന്നെ പാചകം ചെയ്യുന്ന വേറൊരു സ്ഥലത്ത്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി പാത്രങ്ങളിലാക്കിയിട്ടാണ് നമ്മൾ അടുപ്പിൻ്റെ അടുത്തേക്ക് പോണത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഇത് നമ്മുടെ കാബേജാണ്. കാബേജ് അരിഞ്ഞ് റെഡിയാക്കി. ഇനിയിപ്പോൾ പൊടി ഐറ്റത്തിൽ ഇത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ വേണ്ടത് മുളക് പൊടി, പിന്നെ ഉപ്പ്. അടുത്ത് ഈ വെളുത്ത് കാണുന്ന ഉപ്പാണ്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് കാരണം കടുകാണ്. കടുക് വരുന്നുണ്ട്, ഇത് കടുക്. പിന്നെ അതിൻ്റെ പുറകെ വരുന്നത് ജീരകം. നോക്കണം, ഇതാണ് ജീരകം. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് അത് വേണ്ടത്. അതായത് ഇതിന് നമ്മൾ ഇനിയൊരു അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഒരു പാചകം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം അതെല്ലാം നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം. അല്ല പിന്നെ നമ്മൾ ഓരോന്നേരം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയാണ് അടുത്ത് കാണിക്കുന്നത്. ഹെൽത്ത് ഗാർഡ് ഓയിൽ എന്നാണ് പറയുന്നത്. ഹെൽത്ത് ഗാർഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ RCM കമ്പനിയുടെയാണ്. ഇത് നല്ല ഒരു എണ്ണയാണ്, തവിടെണ്ണയാണ്. നല്ല ഫിസിക്കലി റിഫൈൻഡാണ്. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നമ്മുടെ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ച്, ഈ ചട്ടിക്കകത്താണ് നമ്മളിത് വറക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കടുക് ഇട്ടു. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ അത് പൊട്ടിക്കഴിയുമ്പം അതിൻ്റെ പുറകെ ജീരകം ഇടണം. കടുകിൻ്റെ പുറകെ ഒറ്റയടിക്കിടരുത്. കടുക് പൊടിപ്പെടാന്ന് പൊട്ടിക്കഴിയുമ്പോഴാണ് ജീരകം ഇടുന്നത്. അപ്പോൾ എന്താണ് പൊട്ടി കൊണ്ടാണ് ജീരകം ഇടുന്നത്. ഇതാണ് ഇപ്പോൾ ഇടുന്നു. പിന്നെ അടുത്ത ഐറ്റം വെളുത്തുള്ളിയാണ്. ജീരകം നമ്മൾ ഒരുമാതിരി മരിഞ്ഞ് കഴിയുമ്പം ജീരകത്തിൻ്റെ പുറകെ വെളുത്തുള്ളി ഇടും. വെളുത്തുള്ളി ഇട്ട് കഴിയുമ്പോൾ പിന്നെ ആ വെളുത്തുള്ളി ശരിക്കൊന്ന് ബ്രൗൺ കളറാവണം. വെളുത്തുള്ളി ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിൻ്റെ പുറകെ ഇഞ്ചി ഇടും. ഇഞ്ചി, കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് കറിവേപ്പില ഇടാത്തത്. കറിവേപ്പില ഇടുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കുറച്ചും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പം പിന്നെ നമ്മുടെ പുറകെ അതിൻ്റെ പച്ചമുളകും സബോളയും കൂടെ ഉള്ളത് അത് റെഡിയാക്കി വെച്ചിട്ടില്ല. പച്ചമുളകും സബോളയും ആ പാത്രത്തിൽ അത് അങ്ങോട്ട് അതിൻ്റെ അകത്തേക്കും. പച്ചമുളകും സബോളയും കൂടി നമ്മൾ വേറെ ചട്ടിയിലേക്ക് ഇടുകയാണ്. എണ്ണയ്ക്കകത്തിട്ട് ഇട്ടിട്ട് അതിനെ ഇളക്കി അത് നല്ല മൊരിഞ്ഞ് വരും. നല്ല ബ്രൗൺ കളറായിട്ട് വരുന്ന വരെ നമ്മളതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മൂത്ത് വരുമ്പോഴല്ല, അതിന് മുമ്പ് അതായത് ഉപ്പിടണം. ഉപ്പിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബോള വെന്ത് വരാനായിട്ട് ബ്രൗൺ കളറാകാനായിട്ട് സഹായിക്കുന്ന ഉപ്പാണ്. അതിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. പണ്ടൊരു ചേച്ചി പറഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഉപ്പിട്ടതിന് ശേഷം അത് ബ്രൗൺ കളറായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കാബേജ് അരിഞ്ഞെടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട്, കാബേജ് അരിഞ്ഞ് ശരിക്ക് നന്നായിട്ടത് മുരിക മീൻസ് അതിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന വെള്ള കളർ മാറിയിട്ട് അത് ബ്രൗൺ കളറാകുന്നവരെ ഇളക്കണം. അപ്പോൾ എണ്ണയും അതിന് നന്നായിട്ട് കൂടുതൽ വേണം. ഈ എല്ലാ സാധനവും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു വശം കരിഞ്ഞു പോകും.
അപ്പോൾ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ സ്വല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. അതൊരു വെളുത്തുള്ളി ഇഞ്ചിയിലേക്ക് ഒരു ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതൽ കിട്ടാനായിട്ട്. അപ്പോൾ അത് നമ്മളത് മൊരിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളതിനെ സൈഡിലേക്ക് മാറ്റി വെച്ച് ആ എണ്ണ ഇങ്ങോട്ട് ഊർന്ന് വരുമ്പോൾ ആ എണ്ണയിലോട്ട് നമ്മുടെ ഈ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടു. മഞ്ഞപ്പൊടി മുളക് പൊടി അത് ആദ്യം മുളക് പൊടി ഇട്ടു, രണ്ടാമത് മഞ്ഞപ്പൊടി ഇടുന്നു. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി ആ എണ്ണയ്ക്ക് അത് കിടന്ന് മൊരിഞ്ഞ് അതിന് ശേഷം അത് കാബേജിൻ്റെ കൂട്ടത്തിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കും. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പണി. അതായത് കാബേജിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ചൂടാക്കിയത് അതിൻ്റെ അത് യോജിച്ച് കഴിയുമ്പം ശരിക്ക് മുട്ടക്കൂസ് തോരനാവുന്നത്. മുട്ടക്കൂസ് തോരനായി കഴിയുമ്പോൾ ഇനി നമ്മൾ ഗ്യാസ് കുറയ്ക്കണം. ഗ്യാസ് കുറച്ച് കഴിയുമ്പോൾ ഈ പരുവത്തിലാവും. നല്ല ഒന്നാം തരം മുട്ടക്കൂസ് തോരനായി. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ചപ്പാത്തി വേണം. ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ആശീർവാദ് ചപ്പാത്തിയുടെ റെഡിമെയ്ഡ് ഫോം വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒരു തവയിലിട്ട്, തവ മീൻസ് ഒരു ചട്ടി പാത്രം, ഇത്ര ഒരു പാത്രം അതിലേക്ക് ഇട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഇത് റെഡിമെയ്ഡാണ്. ഇത് സ്വല്പം ജസ്റ്റ് ഫ്രൈ ചെയ്യാമെന്ന് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ, വേറെ പണിയൊന്നും അതിൻ്റെ അകത്തില്ല. ആശീർവാദ് കമ്പനിയാണ് അത് തരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ അത് വറുത്ത് അങ്ങനെ ഒരു 3-4 വറുത്തെടുത്തിട്ട് നമുക്ക് ഈ മുട്ടക്കൂസ് കറിയുടെ കൊടുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ അത് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ട് നമ്മൾ നന്നായിട്ട് മൊരിഞ്ഞ് നന്നായിട്ട് വറുത്ത് വരുന്ന സാധനമാണ്. കറി പാത്രത്തിലേക്ക് നമ്മൾ കൂടത്തിൽ നമുക്ക് വിളമ്പി കഴിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളത് മുട്ടക്കൂസ് കറിയും ചപ്പാത്തിയുമാണ്. മുട്ടക്കൂസ് കറിയും ചപ്പാത്തിയുമായിട്ട് നമ്മൾ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങണം. അതാണ് ഇന്നത്തെ ഒരു പാചകം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.